25-ന് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി കേരളോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. ഒറ്റപ്പാലം നഗരസഭയും കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരളോത്സവം 2025 ഒക്ടോബർ 4 മുതൽ 26 വരെ വിവിധ വേദികളിൽ വെച്ച് നടക്കും. ശനിയാഴ്ച നഗരസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ചെയർപേഴ്സൺ കെ ജാനകി ദേവി ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിസന്ധികൾ നമ്മുടെ കുട്ടികൾ നേരിടുന്നുണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റും അതിൽ നിന്നെല്ലാം കുട്ടികളെ തിരിച്ച് നല്ല കാര്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം നമുക്ക് കേരളോത്സവത്തിനോടനുബന്ധിച്ച് നടത്താൻ പറ്റും. കേരളോത്സവത്തോടനുബന്ധിച്ച് അവരുടെ കളികളിൽ ഏർപ്പെടുകയും ഒരു നല്ല ചിന്തകൾ അതിനോടൊപ്പം പങ്കിടുകയും ചെയ്യും, കൂടിച്ചേരുകയും പങ്കിടുകയും ചെയ്യും. വേറെ കളികൾ നമുക്ക് ഇനി വരാൻ പോകുന്ന ഇതിനെല്ലാം എല്ലാവരും പങ്കാളിത്തം നന്നായിട്ടുണ്ടായിരുന്നു. സംഘാടന സമിതികൾക്ക് എല്ലാവരും നല്ല രൂപത്തിലാണ് അതിന് രൂപം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ തുടക്കം എടുക്കുകയാണ്. ഇനി നമുക്ക് വോളിബോൾ മറ്റും നടക്കുന്നുണ്ട്, നമ്മുടെ ഫുട്ബോൾ ടൂർണമെൻറ്റുണ്ട്. അതേപോലെ തന്നെ കായിക ഉത്സവങ്ങൾ നമ്മുടെ സ്കൂളിൽ വരുന്ന ദിവസങ്ങളിലേക്ക് എല്ലാം പ്രോഗ്രാം ചെയ്ത് സാധ്യത പ്രകാരം നമുക്ക് നടന്നു പോകും. ശനിയാഴ്ച കലാമത്സരങ്ങളും വോളിബോൾ മത്സരങ്ങളും, 5 ഞായറാഴ്ച അത്ലറ്റിക്സ് മത്സരങ്ങളും, ഒക്ടോബർ 7-ന് ചെസ് മത്സരങ്ങൾ ഒറ്റപ്പാലം നഗരസഭാ ഹാളിലും, 11, 12 തീയതികളിൽ ക്രിക്കറ്റ് മത്സരങ്ങൾ മന്നം മെമ്മോറിയൽ സ്കൂളിലും, 13-ന് ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരങ്ങൾ CSN ഓഡിറ്റോറിയത്തിലും, 25, 26 തീയതികളിൽ ഫുട്ബോൾ മത്സരങ്ങൾ NSS കോളേജിലും, 26 സമാപനം NSS കോളേജിലും നടക്കും. ഉദ്ഘാടന ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അബ്ദുൽ നാസർ, മായ, ലത, കൗൺസിലർമാരായ അനിത ശിവദാസ്, പ്രസീത, ശ്രീകുമാർ, രഞ്ജിത്ത്, ഗോപൻ, അക്ബർ, ഗംഗാധരൻ, നഗരസഭാ സൂപ്രണ്ട് മുരളി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു. കഴിഞ്ഞ കാലങ്ങളായിട്ട് ഒരുപാട് നഗരസഭയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരുപാട് നഗരസഭയും സംയുക്തമായി നടത്തുന്ന ഈ കേരളോത്സവം കഴിഞ്ഞ വർഷകാലങ്ങളിൽ നമ്മൾ വളരെ ഗംഭീരമായാണ് ഒറ്റപ്പാലത്ത് നടത്തിയിട്ടുള്ളത്. ഇതിലെ മത്സരാർത്ഥികൾ നാസറിനെ പറഞ്ഞതുപോലെ തന്നെ ജില്ലാതലത്തിൽ വരെ നമ്മുടെ ആളുകളെ മത്സരാർത്ഥികൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ ഭരണസമിതിയുടെ നേതൃത്വത്തിലുള്ള അവസാനത്തെ കേരളോത്സവമാണ്. ഇതിൻ്റെ അവലോകന യോഗം നടത്തി അതൊരു പ്രധാനപ്പെട്ട തീരുമാനമെല്ലാം എടുത്തിട്ടുണ്ട്. ഇതിന് വേണ്ട എല്ലാ ഒരുക്കമാണ് നഗരസഭാ നിരക്ക് ഇടപെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി പറയാനുള്ളത്, നിങ്ങൾ മത്സരിക്കുന്ന ആൾ വളരെ നന്നായി പഠിച്ച് ഇവിടെ മത്സരം നമ്മുടെ നാട്ടിൽ സംഘടിപ്പിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റപ്പാലം നഗരസഭയുടെ ഈ ഭരണസമിതിയുടെ കാലത്തെ അവസാന വർഷത്തെ കേരളോത്സവമാണ് നമുക്ക് ഇന്നിവിടെ നടത്താൻ സാധിക്കുന്നത്. ഈ 4-ാം തീയതി മുതൽ ഇന്നാണ് ഇവിടുത്തെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നത്. 25-ാം തീയതി വരെയാണ് നമ്മുടെ പരിപാടികൾ നീണ്ടു നിൽക്കുന്നത്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എൻ്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.